അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ ഈ രാത്രിയുടെ ബറക്കത്തുകൊണ്ട് കരുണക്കടലായ തമ്പുരാൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും കേൾക്കുന്നത് എത്രയെത്ര സങ്കടങ്ങളാണ്. എല്ലാ സങ്കടങ്ങളിൽ നിന്നും കരുണക്കടലായ നാഥൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഒരുപാട് മുറാദുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവർ, കമൻറ്റ് ബോക്സിലും അല്ലാതെയൊക്കെ ദുആ വസിയ്യത്തുകൾ പറയുന്നവർ, പടച്ചവനെ എൻ്റെ ഹൃദയത്തിൽ ദുആ വസിയ്യത്തുകൾ ഉണ്ടല്ലോ എന്നുള്ള ബോധ്യത്തിൽ ആമീൻ പറയുന്നവർ, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ ഹാസുലാക്കണയല്ല, പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണയല്ല, സമാധാനമുള്ള ജീവിതം നൽകണയല്ല. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് വലിയ ഉന്നതി ലഭിക്കാൻ, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇമ്പോർട്ടൻ്റാണ്. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാരഥന്മാരെയൊക്കെ സ്നേഹിക്കുക. അവരുടെ കൽബിൽ നമ്മൾ കടന്നു പറ്റിയാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഖുർആനിൽ പറയുന്നില്ലേ, മക്കാ വിജയവേളയിൽ വമൻ ദഖലഹു ഖാന ആമിന, ഈ കഅബാലയത്തിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റിയ ആളുകളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ചില മുഫസ്സിറുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വമൻ ദഖലഹു ഖാന ആമിന എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരുടെ മനസ്സിൽ കയറിപ്പറ്റിയാൽ രക്ഷപ്പെട്ടു. അവിടെ മുത്തുനബിയാണ്, മുത്തുനബിയുടെ മനസ്സിൽ കയറിപ്പറ്റിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയൊക്കെ മനസ്സിൽ നമ്മൾ കയറിപ്പറ്റിയാൽ പടച്ചോനിങ്ങനെ അവരുടെ കൽബിലേക്ക് നോക്കും. അവരുടെ കൽബിൽ നമ്മളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ, ഉറപ്പല്ലേ. ഈ മുഹറം 10 ഒരുപാട് അമ്പിയാക്കൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട സമയങ്ങളാണ് ഈ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ അള്ളാഹിനോട് പറയുമ്പോൾ ഈ മഹത്തുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ ആ മഹാന്മാരുടെ കൽബിൽ ഇൻഷാ അല്ലാഹ് നമ്മളുണ്ടാവും. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിനെ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മദ്ഹ് ചെയ്തുകൊണ്ട് 2 വരി നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ ചൊല്ലണം, അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അതുപോലെ നമ്മുടെ ഈ മുഹറം 10 മനോഹരമാക്കി തീർക്കുന്ന അതിവിശിഷ്ടമായ 2 ആയത്തുകൾ ഓതണം. ഇൻഷാ അല്ലാഹ് ഹൃദ്യമായി ദുആ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. شيل عبد القادر والمدد يا جيلاني باز الله أبا صالح يا صاحب البرهان الله 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 عليه توكلوا امدادك يا جيلاني نظرة جيلاني يا أنت الباز رباني شيخ القادر يا الله 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 عليه توكلوا امدادك يا رفاعي نظرة رفاعي يا شيخي بالعرج راعي أحباب صوفي يا الله 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 عليه توكلوا امدادك يا رفاعي نظرة رفاعية شيخي بالعرج راعي أحباب الصوفية طنطا أنا ناوي زور البدوي طنطاوي يا مهما قاموا هاوي هيبة نوراني يا الله 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 عليه توكلوا يا ابو الحسن مولانا من نظرة لا تنسانا نورك ضوى دنيانا شيخ الشاذلي يا الله الله الله
الله الله الله الله الله عليه توكلوا وشاهي نقشبندي جدبي نظرة علي المحبة زادت عندي للشيخ النقشبندي يا الله 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 عليه توكلوا أنتم أسياد الحضراء أقطاب صوفيا أرجوكم جود بنظرة يا أهل الغوثية يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى واغفر لنا ما مضى يا واسع الكرم جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. കരുണക്കടലായ റബ്ബേ, നിന്റെ ഔലിയാക്കളുടെ മദദ് ഞങ്ങളിൽ നൽകണേ അല്ലാ. നിന്റെ സ്വാലിഹീങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കൊരിടം നൽകണേ അല്ലാ. നിന്റെ മഹത്തുക്കളാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അതു നിമിത്തം അവരുടെ ഖൽബിലേക്ക് നീ നോക്കുമ്പോ രക്ഷപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അവിടെ ഞങ്ങൾക്കൊരു സ്ഥാനം നൽകണേ അല്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് 40 തവണ നമുക്ക് ലാ ഇലാഹ ഇല്ലാ അൻത എന്ന ദിക്ർ ചൊല്ലണം, ഇല്ലേ? എല്ലാ പ്രയാസങ്ങളിൽ നിന്നും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങളെങ്കിൽ പോലും, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല, അത്ര വലിയ ഡേഞ്ചർ സോണിലാണ് നിങ്ങളെങ്കിലും നിങ്ങളെ കൈപിടിക്കുന്ന ദിക്റാണ് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദിക്ർ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? എത്ര വലിയ പ്രയാസത്തിലാണ് നിങ്ങളെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളെങ്കിലും, അല്ലാഹു കാവൽ നൽകാൻ ഈ സ്വലാത്ത് മതി, ഈ ദിക്ർ മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് ആ ദിക്ർ നമുക്ക് ചൊല്ലണം. മനസ്സറിഞ്ഞ് 40 തവണ ഒന്ന് ചൊല്ലിക്കേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين الحمد لله يا ربنا മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആഴക്കടലിനകത്ത് നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷിച്ച അല്ലാഹ് ഈ ദിക്ർ ചൊല്ലുന്ന ഓരോരുത്തരുടെയും കൽബിൽ എത്രയോ സങ്കടങ്ങളുണ്ട് നാഥാ എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ് എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ റഹ്മാനേ പടച്ചോനെ എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ ഹാസിലാക്കി തരട്ടെ എല്ലാ മുറാദുകളും ഇൻഷാ അല്ലാഹ് നമുക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് ചൊല്ലണം അല്ലേ ഹബീബായ തങ്ങൾ പറയുന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിൽ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചോദിച്ചോ ഖുർആൻ തന്നെ പറയുന്നുണ്ട് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ ചോദിക്കണേ അല്ലാഹു തരുമെന്ന് പടച്ച റബ്ബ് ഖുർആനിലൂടെ പറയുകയാ അത്ര അത്ഭുതകരമാണ് അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ അതിവൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ മനോഹരമായ 99 നാമങ്ങൾ കൽബറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചൊല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരുമിച്ച് സ്ക്രീനിൽ നോക്കി നമുക്കൊന്ന് ചൊല്ലാം يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله
يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. അൽഹംദുലില്ലാ. പടച്ചവനെ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ അസ്മാഉകൾ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനേ, നിന്നിലാണ് അഭയമല്ലാ. ഒരുപാട് വേദനകൾ ഞങ്ങളുടെ കൽബിലുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ വേദനയും നീ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ആ 2 ആയത്ത് കൂടെ നമുക്ക് ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തവസ്സുൽ ബൈത്തിൽ ദുആ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്ക്രീനിൽ നോക്കി മനസ്സറിഞ്ഞുകൊണ്ട് ഓത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا
إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ഒരു തവസ്സുൽ ബൈത്ത് ഉണ്ട്. നമുക്കൊരു അല്പം നമുക്കൊന്ന് ചൊല്ലാം. മമ്പുറങ്ങളുടെ കാവൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലാം. മമ്പുറം കുത്ബുസ്സമാനി സയ്യിദലവി തങ്ങളെ ജാഹ് ബറകത്ത് കൊണ്ട് കാക്കറബേ ഞങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് നൽവഴിയിലാക്കിടണേ നല്ലവർ പിന്നാലെ നന്മയേറെ ചെയ്ത് തിന്മ പോക്കിട് ഫലാലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കേളി കേട്ട മാരികൾ പേരുത്ത ഇക്കാലത്ത് കേമരാം തങ്ങളെ കാവൽ ഏകിട് പേരൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കശ്ഫ് കറാമത്ത് ഏറ്റം ഏറിയ പുന്നാരെ സയ്യിദരാം മാർഗമിൽ നീ ചേർത്തടേ സത്താരേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തെറ്റുകുറ്റം മൂത്ത പാപിയുടെ കൽബാകത്തെ
കുറ്റമറ്റതാക്കിടണേ മമ്പുറത്തെ മൂത്തേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മികവരാം കുത്തുബോരെ തെളിവുറ്റ പൂമുഖത്തെ തമ്പുരാനെ കാട്ടിടണേ പിള്ളരിൽ മികത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖായ ത്വാഹ തങ്ങളിൽ സ്വലാത്തേ കൂടെ തസ്ലീം ചെയ്യണേ വാ ഹുസ്നു ഖാത്തിമത്തേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരുണക്കടലായ റബ്ബേ, നിന്റെ ഔലിയാക്കളുടെ മദദ് കൊണ്ട് മഹാനായ സയ്യിദ് അലവിയിൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനായ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. യാ റബ്ബന, ഒരുപാട് സങ്കടങ്ങൾ ഞങ്ങളുടെ ഖൽബിലുണ്ട്. എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, ഇല്ലേ? അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ പാവപ്പെട്ട യതീമായ ഒരു പെൺകുഞ്ഞിന്റെ കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുക്കണ്ടേ? കഴിയുന്നത് പോലെ പരിശുദ്ധമായി ദിനരാത്രങ്ങളെ വേസ്റ്റാക്കാതെ നല്ലൊരു ഹദിയ ആ യതീമായ കുഞ്ഞിനും. ഒരു പാവപ്പെട്ട ഒരു ഉസ്താദുണ്ട്, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യാം, ഇതൊന്നും വേസ്റ്റ് ആവില്ല. നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഉത്തമമായ അമലാണ്. അള്ളാഹ് നിങ്ങളുടെ പ്രയാസങ്ങൾ മുഴുവൻ മാറ്റിയെടുക്കാൻ അത് മതിയല്ലോ. നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹ് മാറ്റിത്തരട്ടെ. അപ്പം അതുകൊണ്ട് തന്നെ കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹദിയ ചെയ്യണം. ചിലരുണ്ട് കൊടുക്കാൻ മനസ്സുണ്ട്, പക്ഷെ കയ്യിലില്ല. ആ മനസ്സുണ്ടായാൽ മതി. ആ മനസ്സുണ്ടായാൽ മതി. അള്ളാഹു നിങ്ങൾക്ക് തരും. അള്ളാഹു വലിയവനല്ലേ? അള്ളാഹു എല്ലാവരുടെയും കാര്യങ്ങൾ റാഹത്തിലാക്കി തരട്ടെ. പ്രത്യേകിച്ച് ഈ മുഹറത്തിലെ ആദ്യ ദിനരാത്രങ്ങളിൽ നമ്മളൊക്കെ കൊടുക്കുമ്പോൾ അതിന് വലിയ മഹത്താണ്. നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിന് ഇരട്ടി മഹത്വമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ ഭംഗിയായി കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ, പ്രയാസങ്ങൾ പറഞ്ഞവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ കരുണക്കടലായ നാഥൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഹായിബാക്കല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാഹ്. ആരംഭപ്പൂവായ തങ്ങളുടെ മദ്ഹ് പറഞ്ഞു, നിന്റെ ഔലിയാക്കളുടെ മദ്ഹ് പറഞ്ഞു. പ്രത്യേകിച്ച് മമ്പുറം തങ്ങളുടെ തവസ്സുൽ വൈത്ത് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആയത്തുകൾ ഓതിയിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹ്, എല്ലാം നിനക്ക് വേണ്ടിയാണ് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ തട്ടിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല അല്ലാഹ്. നിന്റെ ഔലിയാക്കളല്ലാതെ വസീലയില്ല അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളുടെ മനസ്സിലൊന്ന് കയറിപ്പറ്റാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എന്നും രാവിലെ 6 മണിക്ക് നടക്കുന്ന സ്വബാഹുൽ ഖൈർ എന്ന പരിപാടിയിലൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ മജ്ലിസിൽ വസിയ്യത്ത് ചെയ്യുന്നവർ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വബാഹുൽ ഖൈറിന്റെ വാഹകർ, അവർക്ക് നീ പ്രത്യേകം ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ജീവിതം ഹംദ് പറഞ്ഞ് മാറി മറിഞ്ഞവരുണ്ട്. അത്തരം സന്തോഷ വർത്തമാനങ്ങൾ ധാരാളം കേൾക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. എത്ര ആളുകളാണ് അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നത്. പടച്ചവനെ നീ ശിഫ നൽകണേ അല്ലാഹ്. മാറാ രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ പോലത്തെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും കാമിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. സിഹർ കൊണ്ട്, കണ്ണേർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പൈശാചിക ബാധയേറ്റ് ബുദ്ധിമുട്ടുന്നവർ നീ ബാത്തിലാക്കണേ അല്ലാഹ്. നീ ബാത്തിലാക്കണേ അല്ലാഹ്. യാ റബ്ബനാ
യാ റബ്ബനാ യാ റബ്ബനാ, കരുണക്കടലായ റബ്ബേ നീ ഞങ്ങളുടെ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ഈ വിശുദ്ധമായ മുഹറത്തിന്റെ ആദ്യ രാപ്പകലുകളിൽ ഞങ്ങൾ നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹായിബാക്കല്ലയല്ല, നീ തഴയല്ലയല്ല, നീ തട്ടിക്കളയല്ലയല്ല. നീ തഴഞ്ഞാൽ പിന്നെ പോകാൻ ഞങ്ങൾക്ക് മറ്റൊരിടമില്ല അല്ലാ. നിന്നിലേക്കല്ലാതെ ഉയർത്താൻ പറ്റുന്ന കൈകളല്ല അല്ലാ. മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ നീ നൽകല്ലേ തമ്പുരാനെ. ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലയല്ല. നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേയല്ല, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേയല്ല. എത്ര വലിയ സമ്പന്നനെയും ദരിദ്രനാക്കാൻ ഒരു സെക്കൻഡ് പോലും നിനക്ക് വേണ്ടല്ലോ റബ്ബേ. ദാരിദ്ര്യം നൽകി പരീക്ഷിക്കല്ലയല്ല. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേയല്ല. ഇണകൾ മദ്യപാനികളാണ്, മോശം സ്വഭാവമുള്ളവരാണെന്ന് പറഞ്ഞവരുണ്ട്. എല്ലാവരെയും നന്നാക്കണേയല്ല. ഹൈറായ കുടുംബജീവിതം നൽകണേയല്ല. പൊന്നുമക്കളെ നന്നാക്കണേയല്ല. ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കണേയല്ല. വഴികേടിലാകുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ നൽകണേയല്ല. മദ്യപാനികളും അതുപോലെ തന്നെ മോശം സ്വഭാവമുള്ളവരുമായി തീരുന്ന അവസ്ഥകളിൽ നിന്ന് കാവൽ നൽകണേയല്ല. ഉമ്മാടെ നെഞ്ചിരി ചവിട്ടുന്ന മക്കളാക്കല്ലയല്ല, ഉപ്പാടെ കഴുത്തിന് പിടിക്കുന്ന മക്കളാക്കല്ലയല്ല. ഒരുപാട് എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്നവർ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേയല്ല. നീ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങളെല്ലാം ഏറ്റെടുക്കണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്നവർ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, നീ ഹൈറായ നിലക്ക് എളുപ്പമാക്കണയല്ല. ഇതുവരെ അഡ്മിഷൻ ആയിട്ടില്ല, ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് പറയുന്നുണ്ട്. യാ അല്ലാ, നിന്നെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ റബ്ബേ. ഹൈറായതെന്തോ അത് നീ എളുപ്പമാക്കണയല്ല. മക്കളില്ലാതെ പൊട്ടിക്കരയുന്നവർ, കല്യാണം കഴിഞ്ഞിട്ട് 10, 11, 14 വർഷമായെന്ന് പറഞ്ഞവർ, അല്ലാ നീ നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ തമ്പുരാനെ. ആരും വരുന്നില്ലെന്ന് പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നിയന്താവായ അല്ലാ, എല്ലാ കാര്യങ്ങളും നിന്റെ കയ്യിലാണല്ലോ റബ്ബേ. ഹൈറും ഷർറും നിന്നിൽ നിന്നാണല്ലോ അല്ലാ. ഹൈറായത് എപ്പോഴും നൽകണേ അല്ലാ. എല്ലാം ഹൈറാക്കി നീ നൽകണേ അല്ലാ. പടച്ചവനെ, യാ റബ്ബനാ, നിന്റെ ദീനിന് വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നവർക്ക് വേണ്ടി നൽകാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണേയല്ല. ഞങ്ങളെ നീ അഹങ്കാരികളാക്കല്ലയല്ല. ഖൽബിന് കാവൽ നൽകണേയല്ല. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ദിക്ർ ഞങ്ങളും ചൊല്ലിയിട്ടുണ്ട്. പ്രയാസങ്ങളിലാണ് റബ്ബേ, പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല. പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, അല്ലാ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല. ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലുള്ളവരുണ്ട്, തടസ്സങ്ങളെല്ലാം അകറ്റണേയല്ല. യാ റബ്ബനാ യാ റബ്ബനാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേയല്ല. ഗർഭിണികളുണ്ട്, അതുപോലെ തന്നെ മകൾ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ, എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേയല്ല. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കയ്യിലേക്ക് വാങ്ങാൻ നീ തൗഫീക്ക് നൽകണേയല്ല. പടച്ചവനെ, യാ റബ്ബനാ, മരിക്കുന്നതിന് മുൻപ് കഅബാലയം തവാഫ് ചെയ്യാൻ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളയൊന്ന് സിയാറ ചെയ്യാൻ പാപികളായ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേയല്ല. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, എത്രയോ പ്രായം ചെന്നവർ, ചെറിയ കുട്ടികൾ, യുവാക്കളടക്കം എല്ലാവരും ഈ സദസ്സ് കാണുന്നുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഉമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന നേതാവുണ്ടല്ലോ, ഞങ്ങളെ ഹബീബ്, നിന്റെ ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് കൃത്യം 6 മണിക്ക് സ്വബാഹുൽ ഖൈർ ഉണ്ട്. എല്ലാവരും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് ഒരു ദിവസം പോലും സ്വബാഹുൽ ഖൈർ കാണാതെ പോകരുത്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടായിത്തീരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.